Okay. Yes. സൂപ്പർ. ബനാന ഫ്ലേവർ ആണ്. യാക്കായ ഇത് മാത്രമുള്ള വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നല്ല സൂപ്പർ. വെള്ളം ഒഴിച്ച് സൂപ്പറാണ്. വെള്ളം ഒഴിച്ച് After Stoner, we are storm into day 2. സെക്കൻഡ് ഡേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോണേണ്. അപ്പോൾ ബൈക്കൊക്കെ എടുത്ത് നമ്മൾ റെഡി ആയിക്കണേ. നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ആദ്യം ഫുഡ് കഴിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നേരെ ബാഗ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഒരു ചെറിയ ഹോട്ടലാണ് കയറിയിരിക്കുന്നത്. ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ വടാപ്പാവ് ഉണ്ട്, പൂരിയുണ്ട്, ഇഡ്ഡലി സാമ്പാറുണ്ട് വെറൈറ്റി ആയിട്ട്. പിന്നെ നമ്മുടെ ഗോവൻ ബണ്ണും സീഡ് ബണ്ണും കറി ബാജിയുണ്ട്. ഫീഡ് ബൺ. Days 2 starting with a healthy food. നമ്മളപ്പോൾ മഡ്ഗാവിൽ നിന്ന് നേരെ രാവിലെ വണ്ടി എടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി. നമ്മളിപ്പോൾ ബാഗ ബീച്ചിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു വില്ല പോലത്തെ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ റീസ് മാംഗോ സ്പോട്ടിലേക്ക് പോകുന്നതാണ്. Get set ready to explore North Goa. So let's start. Come on. ഇനി നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഓൺ ദ ലിസ്റ്റ് നമ്മൾ റീസ് മഗോസ് ഫോർട്ട് പോവാണ്. അവിടെ നിന്ന് നമ്മൾ പഞ്ചിം പോവായിരിക്കും. പഞ്ചിം പോകുന്നു, നമ്മൾ പാലം കാണുന്നു, പാലം കണ്ടിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് പോർട്ട്. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടി പോയിട്ടാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറേണ്ടത്. നമ്മളപ്പോൾ റീസ് മാംഗോസ് ഫോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഇതാണ് റിസപ്ഷൻ. അപ്പോൾ അവിടെ കയറി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആ വഴിയിലൂടെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ജയകൃഷ്ണനും മാർക്കസും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഫോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചേർച്ചാണ് ആ കാണുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കയറി ഉള്ളിലേക്ക് പോകുന്നത്. ആ കാണുന്നതാണ് ചേർച്ച്. നമ്മൾ ഇവിടെ കുറച്ച് നടന്നിട്ട് വേണം മേളിലേക്ക് കയറാൻ. ഇതൊക്കെ കണ്ട് ശത്രുക്കൾ ഓടി നടന്ന് കയറി വരുമ്പോൾ തളർന്ന അവസ്ഥ. എൻ്റെ സഞ്ജീവേ, ഇവിടെ വന്നാൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നാം മേളിൽ കാണുന്ന ഹോളാണ്. അപ്പോൾ എനിമി ഗേറ്റ് ബ്രീച്ച് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ചൂടുള്ള എണ്ണ ഒഴിക്കും. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തു. ഉള്ളിലേക്ക് കയറാൻ മറ്റുള്ള ഫോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോർട്ട് കുറച്ച് വ്യത്യസ്തമാകുന്നത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. മറ്റേന്ന് പറയുന്ന ആ ചുറ്റുമതിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതിനും ആ ചുറ്റുമതിലുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതൊന്ന് നോക്കാം. പിന്നെ ഇവിടെ ഇതിൻ്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മെയിനായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ആ മേളിലൊക്കെ പച്ചപ്പും നല്ല ഭംഗിയാണ് നമ്മുടെ റീസ് മാംഗോസ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? പക്ഷെ നമ്മൾ ആ ഒരു ഡിസംബർ സീസൺ ടൈമിലൊന്നും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ റൂഫ് കണ്ടോ, റോഡ് എല്ലാം ഉണങ്ങിയിരിക്കണം. മേളിലെ പുല്ല് ഇത് കണ്ടോ, ഇതും കംപ്ലീറ്റ് ഉണങ്ങിയിരിക്കുന്നത്. നമുക്ക് ജൂൺ ജൂലൈ ടൈമിലാണ് ഇതൊന്നും കണ്ടുപോകും. കണ്ടോ, ഇപ്പോൾ നമ്മൾ വന്ന ടൈമിൽ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടും പിന്നെ ആ ഒരു പച്ചപ്പുള്ളത് കൊണ്ടിട്ടൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് ഫോർട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന് കുറേ ബാൽക്കണി ഉണ്ട്. കണ്ടോ, മംഗലശ്ശേരി നീലാണ്ടനും കൂട്ടരും അവിടെ വേറെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ കൂടി നമ്മൾ എൻ്റർ ചെയ്ത് ഇനി നമ്മൾ മേളിലേക്ക് കയറണേ. ഓക്കെ, കണ്ടോ, പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുന്നു. കാണോ എന്തൊരു ഭംഗിയാ നോക്കിയേ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അല്ല, നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. യു വാണ്ട് ടു സീ എനിത്തിങ്? Fire. പക്ഷെ ഒന്നും പോകുന്നില്ല. നമുക്ക് ആ സൈഡിലേക്ക് പോവാം. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ടോണി, തീ കൊടുത്ത് വെച്ച് ഉണ്ടില്ല അതിൽ. ഇതിലധികം നമുക്ക് നടന്നു പോയി കാണാനുള്ള ഏരിയാസ് ഒന്നുമില്ല. മറ്റുള്ള ഫോർട്ട് പോലെ
കാരണം മറ്റുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയയിൽ ചുറ്റുമതിലായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതുണ്ട് ഇവിടെ ഒരു റൗണ്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ആ ബിൽഡിങ്ങിലായിരുന്നു, അതിൽ മാത്രം നമ്മൾ കയറിയിട്ടുള്ളൂ, ഇതിലേക്കൊന്നും കയറിയില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കണ്ടോ അവിടെ കൂടി നടന്ന് അപ്പുറത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ കറങ്ങി ഇവിടേക്ക് എത്തി. ഇവിടെ അപ്പോൾ ചെറുതായിട്ട് ഒരു ഒത്തിരി ആൾക്കാർ, ഒരു 3-4 ആൾക്കാരുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈം ജൂണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഇതുണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് കടലും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാ സൈഡിൽ നിന്നും കാറ്റും എല്ലാം ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. പച്ചപ്പ് അല്ലേ, പച്ചപ്പ് ഹരിതാപ കണ്ടോ, പ്രത്യേകിച്ച് ആ ഓടൊക്കെ പച്ച കളറിൽ നിൽക്കുന്ന വരെ പച്ചപ്പാണ്. ഓൾവേസ് ഗോവ ഇൻ ജൂൺ. ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ടീംസ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഡേറ്റ് കൂടി ഡേറ്റും കൂടി ഉണ്ട് 31/3/1. എന്തായാലും പറയണ്ടോ ഇതെങ്ങനെ തട്ടി തോളെ കയറ്റാന്നാണ് ഷാജി പാപ്പ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, മാറിയിട്ടില്ല. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റീസ് മാഗോസ് ഫോർട്ട് നിങ്ങൾക്ക് ജൂണിലേക്കായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഓരോ റീൽസും അടിപൊളിയായിരുന്നു. അത് തന്നെ കുറേ റീൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറേ സബ്ജക്റ്റ് കണ്ടന്റും ഒക്കെ എടുത്ത് നമ്മളിത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. റീസ് മാഗോസ് ഫോർട്ടിൻ്റെ വേറൊരു സൈഡിലേക്ക് വന്നേക്കുന്നത്. ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നു നിന്ന സ്പോട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു സൈഡിൽ നമ്മളൊരു ഡിസംബർ നവംബർ ടൈമിൽ വരികയാണെങ്കിൽ ഡോൾഫിൻ ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്, നമ്മളിനി ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറണേണ്ട മതി. അപ്പോൾ അവരിവിടെ കൂടി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ കൂടി നേരെ താഴേക്ക് ഇറങ്ങണേണ്. കണ്ടോ അടിപൊളി, ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടോ അടിപൊളി. അപ്പോൾ അതായത് നമ്മുടെ കൂട്ടരെല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. ഓക്കെ കാണാം, നമ്മൾ താഴേക്ക് എത്തി. അതാണ് നേരത്തെ നമ്മൾ വന്നു വെച്ച സ്ഥലം. കാണാം, കാറ്റും നല്ല മഴയൊക്കെ ഉണ്ട്. ബൈ ഗൈസ്, നമ്മളിപ്പോൾ റീൽസ് മാഗോസ് ഫോർട്ടിനോട് വിട പറയുന്നതാണ്. യെസ് ബൈ. അപ്പോൾ നമ്മളിനി അടുത്ത ഫോർട്ടിലേക്ക് പോകണേ. ഒക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് കൊണ്ടുപോണ്ടേ കമ്പിപ്പാരെടുത്തിട്ട് ഈ മരക്കഷ്ണം കൊണ്ട് വന്നിട്ടാണ് കമ്പിപ്പാര എന്ന് പറഞ്ഞാൽ പോയി കമ്പിപ്പാരെടുത്തോ. ഇവിടൊക്കെ എവിടത്തെ കളറാണോ എനിക്കറിയത്തില്ല. നീ എന്നെ കൂട്ടിക്കൊണ്ടു നെന്മാരെയൊക്കെ ഷഡ്ഡിയെങ്കിലും ഇട്ടുണ്ടോ ഇതൊക്കെ എടുക്കാൻ വരുമ്പോ എനിക്കൊരു ഷഡ്ഡി അങ്ങനെ കഴിച്ചു കക്കാൻ ഒരു മേഖല കുറച്ച് ബോധമില്ലേ. അടിയടാ വന്നേക്കായിരുന്നു ഇതെല്ലാം നോക്കാട്ട്. ഇതെന്നാ ഞാൻ